ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഈ മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് ഇപ്പോൾ ഒരു മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ആക്ച്വലി ഒരു ഈദ് മുബാറക് മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈദ് മുബാറക് കഴിഞ്ഞു പോയി, എന്നാലും ഒരു സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ ഒരുങ്ങുന്നവരാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിമ്പിളായിട്ട് ഒരുപാട് അങ്ങനെ ചെയ്യുന്ന സ്റ്റെപ്പുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫങ്ഷണൽ മേക്കപ്പ് ലുക്ക് നോക്കിയാലും ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഫേസ് വാഷാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ മമ്മ എർത്തിൻ്റെ മുൾട്ടാനി മിട്ടി ഫേസ് വാഷാണ്. ഇത് നമ്മളെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽ ഉണ്ടല്ലോ, അധികമായിട്ട് വരുന്ന എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേക്കപ്പിന് മുന്നേ ഇങ്ങനത്തെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കുറയ്ക്കാനും മേക്കപ്പ് ഇങ്ങനെ സെറ്റിലായിട്ട് സ്റ്റേ ചെയ്ത് പോകാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം, എപ്പോഴും മേക്കപ്പ് യൂസ് ചെയ്യണതിന് മുന്നേ എടുക്കുന്ന ക്ലെൻസർ, സ്ക്രബിങ് ഉള്ള ക്ലെൻസേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ എടുക്കാണ്ടിരിക്കാട്ടോ. നമുക്ക് ഒരുപാട് സ്കിന്നിന് മേക്കപ്പ് ചെയ്യുമ്പോഴേ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്ക്രബിങ് ചെയ്യാണ്ടിരിക്കുക ബിഫോർ മേക്കപ്പിന് കേട്ടോ. അപ്പോൾ നല്ലൊരു ഓയിൽ ഫ്രീ ക്ലെൻസർ എടുത്തിട്ട് ക്ലെൻസ് ചെയ്യാം കേട്ടോ. മേക്കപ്പിന് മുന്നേ നമ്മുടെ സ്കിൻ പ്രപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസർ വെച്ചിട്ട് സ്കിൻ പ്രപ്പ് ചെയ്യാം കേട്ടോ. പ്രപ്പ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിലാണ് നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യാനും നന്നായിട്ട് കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസറോ അല്ലാന്നുണ്ടെങ്കിൽ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രൈമർ യൂസ് ചെയ്യാം. ഞാൻ ചില സമയങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മഴക്കാലമൊക്കെയാണല്ലോ, അപ്പോൾ നമുക്കൊരു മോയ്സ്ചറൈസർ ആയാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇമോലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ എടുക്കുന്നത്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക, എന്നാൽ മാത്രമാണ് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. സ്കിന്ന് ഡാമേജ് ആവാണ്ടിരിക്കുക. എത്രയായാലും മേക്കപ്പ് പ്രൊഡക്റ്റുകൾ കെമിക്കലാണ്, അപ്പോൾ അത് ഡാമേജ് ആവാണ്ടിരിക്കാൻ നമ്മൾ നന്നായിട്ട് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മൾ 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിലും എന്തിടുകയാണെങ്കിലും അതൊന്ന് സെറ്റ് ആവണ്ടേ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ആയിട്ട് പോകും. ഓക്കെ, നമുക്ക് ഹെയർ ബാൻഡ് വയ്ക്കാം. ഈ സംഭവം ഞാൻ മേടിച്ചിട്ട് ഇതായിട്ട് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. വെച്ച് നോക്കിയെന്നല്ലോ, അതേപോലെ തന്നെ ഞാൻ ഊരിട്ട് എനിക്ക് എന്തോ ഒരു അൺകംഫർട്ടബിൾ പോലെ തോന്നി. ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. കാരണം നമ്മുടെ ഹെയറൊന്നും ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ ശല്യപ്പെടുത്തില്ല. അപ്പോൾ നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് മേക്കപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഫേസ് പ്രെപ്പ് ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ലിപ് ബാം നമ്മുടെ ലിപ്സ് ഡ്രൈ ആവാണ്ടിരിക്കാനും കുറച്ച് ഹെൽത്തി ആയിട്ട് വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളത്, ഞാൻ ഒരുപാട് സ്റ്റെപ്പൊന്നും ചെയ്യാറില്ല കേട്ടോ. ഭയങ്കര മിനിമൽ എന്ന് പറയാനില്ല, ഒരു മീഡിയത്തിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ പ്രപ്പൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടൊന്ന് ഫാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഫൗണ്ടേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഇച്ചിരി കൂടിയും ഒരു വലിയൊരു ഫംഗ്ഷനാണ്, ഒരുപാട് ടൈം നമുക്ക് മേക്കപ്പ് ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യും. അതിന് ശേഷം അങ്ങനെ ഓരോ സ്റ്റെപ്സ് ചെയ്യാറുണ്ട്. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അടിപൊളിയാണോ അല്ലയോ നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇട്ടു, ലിപ് ബാം ഇട്ടു, അതിന് ശേഷം നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ബോബി ബ്രൗണിൻ്റെ ഫൗണ്ടേഷൻ ആട്ടോ. ഇത് ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ടാൻ ആണ്. ഈ ഷെയ്ഡ് എനിക്ക് കറക്റ്റ് ഇച്ചിരി ഡാർക്ക് പോലെയാണ്, എന്നാലും ഞാൻ ഇതന്നെ ഇടാറ്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഹുഡാൻ്റെ ഇത് വെച്ച് ചിലപ്പോൾ ഒന്ന് മിക്സ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് ഉണ്ട്, അത് വെച്ച് മിക്സ് ചെയ്യും. ഇപ്പം ഞാൻ ചെയ്യണത് ഇതിട്ടിട്ട് നമ്മുടെ ഹൈലൈറ്റിംഗ് പോയിന്റിൽ ഈ ഹുഡാഡ് ഇത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് വല്ലാണ്ട് അങ്ങനെ ഡൾനെസ് തോന്നില്ല. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ വെച്ച് ചെയ്യാം, ബ്രഷ് വെച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ബ്യൂട്ടി സ്പഞ്ച് മേടിക്കാൻ കിട്ടും, അത് വെച്ചിട്ടായാലും ചെയ്യാം. അപ്പോൾ നോർമലി ഞാൻ കയ്യിൽ ഇവിടെ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാറ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്റ്റ് അനുസരിച്ച് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്.
പിന്നെ കണ്ണിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഈ അടിയിൽ ഞാൻ നേരിട്ട് ചെയ്യാറില്ല, എനിക്ക് ഇത്തിരി കേക്കി ആയി അല്ലെങ്കിൽ ഒരു ഡള്ളായിട്ട് പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കവിളിൻ്റെ ഈ സൈഡിലിട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്യാറ്. ഇങ്ങനത്തെ കുറച്ച് ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടി മേക്കപ്പ് നന്നായിട്ടിരിക്കും. ഈ ഹൈലൈറ്റിംഗ് പോയിന്റിൽ കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുക്കുക. കണ്ണിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ മീതെ ഇത്തിരി അധികമായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അടിയിൽ അങ്ങനെ അധികം തൊടിയിക്കാറില്ല കേട്ടോ. ഓൾസോ നെക്കിലും കൂടെ ഇട്ട് കൊടുക്കണേ. ഇപ്പം ഏകദേശം ഞാൻ ഫേസ് ഫുൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാം. ഞാനിപ്പം ബ്രഷ് വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈവച്ച് ചെയ്യാം, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്ത് നമ്മുടെ മാർസിൻ്റെ ബ്രഷ് കോംബോയിലുള്ളൊരു ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷാണ്. അധികം സംസാരിച്ചിരുന്നത് ട്രൈ ആവും, വേഗം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്രഷ് വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുത്തി ഇങ്ങനെ ആക്കി കൊടുക്കുക. അങ്ങനെ ഉരയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും കവേർഡായിട്ട് നിൽക്കാത്ത പോലെ തോന്നും. ഓക്കെ, അപ്പോൾ ആകെ ഒരു വൃത്തികേടാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇത്ര സ്പീഡിലൊന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ, ഞാനത് ഇത്തിരി സ്പീഡിൽ കൂട്ടിയിട്ടേക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബ്ലെൻഡിങ്. ഒരു ബേസ് മേക്കപ്പ് പോലെ നമ്മൾ ഫൗണ്ടേഷൻ ഒരു ലെയർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹൈലൈറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള ഈ നോസിൻ്റെ ഇവിടെ ചീക്സിൽ അങ്ങനെ നമുക്ക് എവിടേക്ക് ഹൈലൈറ്റ് ചെയ്ത് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മുടെ ഹുഡയുടെ. ഷെയ്ഡ് നെയിം വന്നിട്ട് കാഷ്യൂ ആണ് നമ്മുടെ ഹുഡയുടെ. അപ്പം അതൊന്ന് ഇച്ചിരി കൂടിപ്പോയി. ഇത് ഹുഡയുടെ ഭയങ്കര ഡ്രൈയിങ് ആണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ പറയുക ആപ്ലിക്കേഷൻ ബ്ലെൻഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വേഗം ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ എടുത്തതന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഷെയ്ഡിനെക്കാട്ടും ഇച്ചിരിയും കൂടെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഈ കവിളിലും 2 കവിളിലും മൂക്ക് അതുപോലെ താടിയുടെ അടിവശത്തൊക്കെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക കുറച്ച് ബ്രൈറ്റായ പോലെ ഒരു റിഫ്രഷിങ് എന്താ പറയുക ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫേസ് പോലെ നമുക്ക് തോന്നും. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല റിസൾട്ടാണ്. ഇത് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നമുക്കെന്താ ഒരു പേപ്പർ വെച്ചിട്ട് അങ്ങനെ വീശി കൊടുത്ത് സെറ്റ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഐബ്രോസ് എപ്പോഴും ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്പൂലി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഈരി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഹെയർ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ ഒരു ആർച്ച് ഒന്ന് ഡിഫൈൻ ചെയ്ത് അടിയിലും മുകളിലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് PLCയുടെ ഒരു ഐബ്രോ കിറ്റാണ് കേട്ടോ, 3 ഷെയ്ഡിൽ വരുന്നത്. അതിൽ നിന്ന് ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിലാണ്. എൻ്റെ ഐബ്രോസ് ബ്ലാക്ക് ആയ കാരണമാണ് ഞാൻ ബ്ലാക്ക് എടുത്തേക്കണേ. അതിൽ ബ്രൗൺ കളറും ഉണ്ട്. ലൈറ്റ് ഷെയ്ഡുള്ളവർക്ക് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. എല്ലാവരും ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മിഡിൽ പോർഷൻ തൊട്ട് എൻ്റെ വരെ ഇങ്ങനെ വരച്ചതിന് ശേഷം ഒന്ന് ഫില്ല് ചെയ്തിട്ട് വീണ്ടും ഒരു സ്പൂലി വെച്ചിട്ട് ഈരി കൊടുക്കാട്ടെ. ഇപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? എന്താ പറയുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്രയായാലും ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക്. അപ്പോൾ ഞാൻ അവിടെ തൊടാറില്ല. ഇനി നമ്മുടെ ഐബ്രോസ് ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ഗ്രാൻഡായിട്ടുള്ള വലിയ ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നേരത്തെ പറഞ്ഞ ഹൈലൈറ്റിംഗ് ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോസിൻ്റെ താഴത്തും മുകളിലൊന്ന് വരച്ച് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് അടിപൊളിയാവും കേട്ടോ. നെക്സ്റ്റായിട്ട് ഞാൻ കണ്ണ് നമുക്ക് കണ്ണിന് ഡാർക്ക് സർക്കിൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്ത് നേരത്തെ ഫില്ല് ചെയ്തുല്ലോ കണ്ണിൻ്റെ മുകളിൽ. അതിൻ്റെ മേലെ ഒരു പിങ്ക് ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു കളർ എടുത്തിട്ട് ഐഷാഡോ പാലറ്റിൽ നിന്നൊരു കളർ എടുത്തിട്ട് ഒന്ന് ഐഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ നിന്നൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും. എന്നാൽ ഐഷാഡോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല. അതുപോലെ തന്നെ താഴത്തെ പോർഷനിലും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ആണ് കണ്ണിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നീട് ഞാൻ കണ്ണെഴുതി കൊടുക്കുകയാണ് കേട്ടോ. കണ്ണെഴുതാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് K-Beautyയുടെ ഐലൈനറാണ്. നല്ല ഐലൈനറാണ്. അതിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷിൻ്റെ തുമ്പ് വശം ഭയങ്കര പ്രിസൈസായ കാരണം നമുക്കുണ്ടാവും തിന്നായിട്ട് കണ്ണെഴുതി കൊടുക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. പിന്നെ അതിൻ്റെ കണ്ണിൻ്റെ ഈ കടഭാഗം ഉണ്ടല്ലോ അവിടെ ഞാനൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണല്ലോ ലിപ്സ്റ്റിക്ക് ഇടാന്നുള്ളത്. ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസ് വേറൊരു ലെവലായി, എന്താ പറയുക, അടിപൊളിയാണ്. ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിട്ട് തോന്നാനും അതുപോലെ തന്നെ ഈ ഐബ്രോസും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും രണ്ടും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലൊരു ഫ്രഷ് ആയിട്ട് തോന്നും കേട്ടോ, വേറെ ഒരു മേക്കപ്പ് ഇല്ലെങ്കിലും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനറാണ്. ഇതെല്ലാ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ പോകുന്നൊരു ലൈനറാണ് കേട്ടോ. അത് വെച്ച് തന്നെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴൊന്നും ലിപ്സിൽ നിന്ന് അങ്ങനെ പോകാണ്ടിരിക്കാനാട്ടോ. പിന്നെ യൂസ് ചെയ്യുന്നത് ചേംബറിൻ്റെ ഒരു ബർഗണ്ടി റെഡ് കളറിലുള്ള ഒരു ലിപ് ക്രയോണാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിനെ കുറച്ചും കൂടി ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ക്യാമറയിൽ കാണുന്ന ഒരു ഷെയ്ഡേ അല്ല, നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ബർഗണ്ടി കളർ അറിയാലോ, ആ ഷെയ്ഡാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ക്രയോൺസ്, ഇതിൻ്റെ മൊന ഉണ്ടല്ലോ ക്രയോൺസിൻ്റെ, അത് പോയ കാരണം ഞാൻ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ടാണ് ഇതൊന്ന് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഷാർപ്പ്നർ എടുക്കാൻ വിട്ടുപോയത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ആപ്ലിക്കേറ്റർ ഉണ്ടല്ലോ, ഈ ബ്രഷ് അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു അടിപൊളി ബ്രഷാണ്. ഞാൻ ഒരുപാട് ബ്രഷസ് യൂസ് ചെയ്തിട്ട് 2-3 ബ്രാൻഡിൻ്റെ ബ്രഷ് യൂസ് ചെയ്തേക്കണതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ബ്രഷാണ് കേട്ടോ ഇത്. നമ്മുടെ PACയുടെ തന്നെയാണ്. ഷെയ്ഡ് ഞാൻ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണിന് കുറച്ചും കൂടി എന്താ പറയുക, വലിപ്പം തോന്നാനും വിടർന്ന കണ്ണുകളാണല്ലോ ഭംഗി. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ സ്കൈ ഹൈ മസ്കാരയാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല വോളിയം തോന്നാനായിട്ട്, നല്ല വിടർന്ന കൺപീലി കിട്ടാനായിട്ടൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന മസ്കാരയാണ്. ഞാൻ മുന്നേ ഇവരുടെ തന്നെ വേറൊരു റേഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കാട്ടും അടിപൊളിയാണ് കേട്ടോ ഇത്. നമുക്ക് ഫേക്ക് ലാഷസ് വെച്ചേക്കണ അതേ ഒരു ഫീൽ കിട്ടും. അടിപൊളിയാണ്, വാട്ടർ പ്രൂഫാണ് കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഞാനിതൊരു മാറ്റിഫൈങ് ലുക്കിന് വേണ്ടിയിട്ട് ഞാനൊരു സെറ്റിംഗ് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരുപാട് നേരം നിൽക്കുന്ന ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ സെറ്റിംഗ് സ്പ്രേ അടിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയ കാരണം ഈ സെറ്റിംഗ് പൗഡർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടെ സ്കിന്നിൽ എവിടെയൊക്കെയാണ് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള ആ പോർഷനിലൊക്കെയാണ് ഞാൻ, അതുപോലെ സ്വെറ്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെയാണ് ഞാൻ ഇത് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഉരയ്ക്കരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ ഒരു മാറ്റ് ഫിനിഷിങ് കിട്ടും. നമ്മുടെ മേക്കപ്പ് ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് വന്നിട്ട് ലൂസ് പൗഡറാണ് നമ്മുടെ PACയുടെ. അഗെയിൻ PACയുടെ തന്നെയാണ് ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു അഫോർഡബിൾ ഹൈ എൻഡ് ബ്രാൻഡ് അല്ല, എന്നാൽ ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ PAC. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഇവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇയറിങ്സ്, അതുപോലെ ഈ ഔട്ട്ഫിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇയറിങ്സും കൂടി ഒന്ന് ഇട്ടിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എന്ത് വീഡിയോസ് ഇടണം അങ്ങനത്തെ കമൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, നമുക്കിതുപോലുള്ള മറ്റൊരു അടിപൊളി ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ദെൻ ബൈ. അപ്പോൾ ആക്ച്വലി ഇത് ഞാനൊരു ഈദ് മുബാറക് ലുക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആ ടൈമിൽ എനിക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ടൈം കിട്ടാത്തത് കൊണ്ടാണ് ലേറ്റ് ആയെങ്കിലും ഇപ്പോഴിടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഫങ്ഷണൽ മേക്കപ്പ് ലുക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെയും തന്നെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ദെൻ ബൈ.